ഇലക്ഷൻ മത്സരിക്കാൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? സത്യസന്ധമായിട്ട് ചോദ്യം, ആരെങ്കിലും സമീപിച്ചിരുന്നു? ആരും സമീപിച്ചിട്ടില്ല. ഇല്ല. ഇല്ല. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞൊരു എൻ്റെ കല്യാണ വാർത്ത പോലെയായിരുന്നു. കല്യാണ വാർത്ത പോലെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആഘോഷം ഉണ്ടായി. പക്ഷേ ഒന്ന് ചോദിക്കാൻ വന്ന അപ്പം നമ്മുടെ പയ്യനെ വിളിച്ചുകൊണ്ട് മാറ്റി എടുത്തു, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതും പിന്നീട് ട്രോളായി. അത് ട്രോളല്ല, അവിടെ നിന്നാണ് വാർത്തകൾ. അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മീഡിയ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തെന്ന് മനസ്സിലായത്. ആ പയ്യൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന സ്ഥാനത്ത് ചോദിക്കുന്ന ചോദ്യമായിരുന്നു. ഞാനൊന്ന് മാറ്റി നിർത്തി പറഞ്ഞപ്പോൾ പിന്നെ അടുത്തത് വാർത്തകൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്തപ്പോൾ ചെയ്യുക, നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈതർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാതെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് വിടാം, ഒന്ന്. രണ്ടത് മര്യാദയുടെ പുറത്ത് എനിക്ക് മറുപടി പറയാം. ഈ രണ്ടിലും പണിയാണ് നമുക്ക്. ദാറ്റ് ഈസ് ഒരു ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ പറ്റാത്ത എന്താ പറയുക നടൻ. അതെ, ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മീഡിയ കൃത്യമായിട്ട് തന്നെ ഇന്നതാണ് ചോദ്യം, ഇന്നത് മറുപടി എന്ന് പറഞ്ഞു. ഒരു ടൈപ്പ് മീഡിയ മറ്റേ ക്ലിക്ക് ബൈറ്റ് പറഞ്ഞിട്ട് വേറെ ഈ ക്ലിക്ക് ബൈറ്റിൽ കയറിപ്പോയ സാധനമായിരുന്നു അത്. പിന്നെ ആ പയ്യനും അരി മേടിക്കാനായിരിക്കും ചെയ്യുന്നത്. പിന്നെ നോക്കുമ്പോൾ എല്ലാവർക്കും അരി തന്നെ പ്രശ്നം. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സന്ദർഭം ഏതായിരിക്കും ജീവിതത്തിൽ? എനിക്ക് മാളികപ്പുറം സമയത്തുണ്ടായ ഒരു ഇത് ആണ് എന്നെ കുറച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തത്. ഞാൻ ഇല്ലയെന്ന് പറയില്ല. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ഐ ജസ്റ്റ് ഫെൽറ്റ് ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പോൾ ഒരു ഭയങ്കര എൻ്റെ കൺട്രോൾ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയ സംഭവമായിട്ട് തോന്നി. ഞാൻ പൊതുവേ ഇങ്ങനെ കുറച്ചിങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് ഞാൻ മനസ്സിലായി ഒരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തെറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചു ആ ടൈം. അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു ശരി, നമ്മുടെ ജോലി എന്താ, നമ്മുടെ ജോലി നല്ല കഥകൾ കണ്ടെത്തുക, നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ സിനിമ 23 സിനിമ ചെയ്തില്ലെങ്കിലും റിലീസ് വന്നില്ലെങ്കിലും ഞാൻ ജയഗണേഷ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, ഡിസ്ട്രിബ്യൂഷനിൽ ഇറക്കി. പിന്നെ ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന് പറഞ്ഞ ഒരു IVF ഡോക്ടറായിട്ട് ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ പടം കഴിഞ്ഞാൽ അടുത്ത ആ പടത്തിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും. പിന്നെ തമിഴിൽ വെട്രിമാരൻ സാറും പിന്നെ ദുരൈ സെന്തിൽ എന്ന് പറയുന്ന ഡയറക്ടർ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറാണ്. പുള്ളിയുടെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. തമിഴിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമ ചെയ്യുന്നത്. ഗംഭീര പടമാണത്. അത് റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നു. ഗന്ധർവയുടെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ഗന്ധർവൻ. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഞാനിപ്പോൾ 3-ാം തീയതി മാർക്കോ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്പിൻ ഓഫ് സിനിമ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഐ തിങ്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ആക്ഷൻ എൻ്റർടൈനർ സിനിമയായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും വർക്ക് വൈസ് ഞാൻ ബിസി ആയിരുന്നു. ഞാൻ റിലീസ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് അഗെയിൻ നമ്മൾ ഈ പറയുന്ന പോലെ പൈസയാണ് എല്ലാമെങ്കിൽ നമുക്ക് ഒരു ഹിറ്റ് പടത്തിന് ശേഷം നിങ്ങൾക്കറിയാം സിനിമയുടെ സ്വഭാവം എന്താണ്, അടുപ്പിച്ച് നമുക്ക് സിനിമകൾ അടിച്ചുവിടാം. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ആയിട്ടുമില്ല. എന്നാൽ നല്ല സിനിമകൾ തന്നെ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ പറയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോഴും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ എക്സസൈസ് ചെയ്യാറ്. ഈ അടുത്തായിട്ട് ഇത്രയും എക്സസൈസ് ചെയ്ത സമയമില്ല. ബിക്കോസ് നമുക്ക് ഈ ദേഷ്യവും നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് നേരെ ജിമ്മിൽ ഇപ്പോൾ ഭയങ്കര മസിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെ. എൻ്റെ ഏറ്റവും നല്ല ഇപ്പോൾ ആൾക്കാർ പറയില്ലേ ഉണ്ണി ഇത്തവണ കാണാൻ ഭയങ്കര മസിലുണ്ട്. ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബോഡീനെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോൾ അത്രയധികം എക്സസൈസ് ചെയ്യുക. ടെൻഷനൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും എന്നെ കുറച്ച് ഒരു പൊട്ടിക്ക് വണ്ണമൊക്കെ വെക്കുന്നത്, വലിയ റിലാക്സസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോഴാണ്. ടെൻഷൻ കൂടുന്തോറും എക്സസൈസ് അടിച്ചുകൊണ്ടിരിക്കും. ഉണ്ണീനെ ഒരു രാഷ്ട്രീയ ബേസിൽ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, ഒരു വലിയ ടെൻഷൻ. ബിക്കോസ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരിക്കലുമല്ല. ബിക്കോസ് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആരാണെങ്കിലും, അത് ഏത് പാർട്ടിയാണെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, BJP, വേറെ പോപ്പുലർ ഏത് പാർട്ടിയാണെങ്കിലും എനിക്കിതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കും ഓരോ ഐഡിയോളജി ഉണ്ടാവുമല്ലോ. ഇന്ന ഐഡിയോളജി പ്രകാരം മുന്നോട്ട് പോയാലാണ് രാജ്യം നന്നാവുള്ളൂ എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാവും. എനിക്കും അങ്ങനെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നാഷണലിസ്റ്റ് ഐഡിയോളജിയാണ്. രാജ്യത്തിന് വേണ്ടി ആര് സംസാരിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണ്. ഇതാണ് എനിക്ക് രാജ്യം കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് വളർന്നുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹം. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് രാജ്യത്തിൻ്റെ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടികളോട് പറയുന്നുണ്ടോ നീ വലുതായിട്ട് പ്രധാനമന്ത്രിയാവണമെന്ന്? പറയാറ്. എന്തുകൊണ്ട് പറയാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പറയുന്നത്? രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ, ഇന്ത്യ
അയാൾ കൺട്രോൾ ചെയ്യാണ്. അതേപോലെ ഞാൻ ആ പൊസിഷനെ കുറിച്ച് ഇന്ന അതെ വ്യക്തിയല്ല. അതെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നില്ല? ബിക്കോസ് എളുപ്പമല്ല അത്. അപ്പോൾ അങ്ങനെ എളുപ്പമില്ലാത്തൊരു ഒരു ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വീട്ടിലെ കുട്ടികളോട് പോലും പറയാറില്ല. ആ സമയത്ത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ചിലപ്പോൾ ഉണ്ണിമൂന്നിനെ പോലെ ഒരാൾക്ക് അങ്ങനെ പറ്റുവാണെങ്കിൽ അങ്ങനെ പറയും. ഞാനത് കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്ന കേട്ടോ. മനസ്സിലായി. ഞാനിത് ഒരിക്കലും അയ്യോ എന്നെ പൊളിറ്റിക്സിലേക്ക് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചിട്ട് സൈഡിൽ പോയിരിക്കുന്ന ആളല്ല. ഞാൻ വിചാരിച്ചു ഇത്രയും പേർക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്നെ കൊണ്ട് ഇത് പറ്റുന്നു. ഞാൻ ലൈഫിനെ വേറെ രീതിയിൽ കാണുന്ന ആളാണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് മുദ്രകുത്തി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ടെൻഷൻ ആൻഡ് ഇത്രയും ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ, ലൈക്ക് പിണറായി വിജയൻ സാർ, ഇവരെല്ലാവരും ഹൂഎവർ ഇറ്റ് ഈസ്, ഞാൻ പറയുന്നപ്പോൾ ഷാഫിഖ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ചെറുപ്പക്കാരാണ്. ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ ഷാഫി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് പറ്റുന്നില്ലല്ലോ. എനിക്ക് പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. സാധാരണ ഒരു ചെറുപ്പക്കാരൻ പൊളിറ്റിക്കലി അവെയർ ആയിരിക്കണം, നോട്ട് നെസസറിലി ആക്റ്റീവ് ആയിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കലി അവെയറാണ്. എൻ്റെ ചുറ്റുവട്ടത്ത് എന്ത് നടക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിൽ ഇടപെടുന്നില്ല എന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്കും കൃത്യമായ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും എനിക്കുണ്ട്. പേപ്പർ വായിക്കുന്നതിന് രാജ്യത്തിൽ എന്ത് നടക്കുന്നു. അല്ല, എനിക്കൊരു രാഷ്ട്രീയമുണ്ട് എന്നാൽ നിങ്ങൾ കൊടി പിടിച്ച് നടക്കുന്നില്ലല്ലോ. അതെ അതെ, ആ രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എനിക്കും ആവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരുണ്ടെന്ന് ഒരു കൂട്ടം വലിയ വിഭാഗത്തിന് തോന്നുവാണെങ്കിൽ തെറ്റെന്താ? ബിക്കോസ് അത് പൊളിറ്റീഷ്യൻ ആവാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരു ഫാർമർ ആവുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമല്ല. ഒരു സൈനികനാവുന്ന മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ നമ്മൾ ആ ഒരു കുട്ടിക്കാലത്ത് ഇതൊന്നും പറഞ്ഞു കൊടുക്കുക. ബിക്കോസ് നമുക്ക് എപ്പോഴും ഒരു ഡോക്ടർ, എഞ്ചിനീയർ, ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ ക്രിക്കറ്റ് അല്ലെങ്കിൽ സിനിമ, ഒരു ജനറൽ പോപ്പുലർ ഒപ്പീനിയൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ എന്നെ ഒരിക്കലും തളർത്താറില്ല. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയ ചില 1-2 കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ പോകേണ്ടത്. ഞാൻ അത്രയും മറ്റേ വയലൻ്റ് അല്ലെങ്കിൽ മറ്റേ ഇത് പറയുന്ന ആളത് നമ്മൾ കുറച്ച് സെൻസിറ്റീവായി പോയെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്തെങ്കിലും വീഴ്ച പറ്റണം? ഇപ്പം മുദ്രകുത്തി BJP കാരൻ എന്ന് ഉണ്ണിമുദ്രനെ കാണുന്നു, അതുകൊണ്ട് പല സിനിമകളൊന്നും ഉണ്ണി വേണ്ട എന്ന് തീരുമാനം, അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഉണ്ണിക്ക്? അങ്ങനെയൊന്നുമില്ല. ഒരുപാട് സിനിമ ഉണ്ട് ബ്രോ. എന്ന് വെച്ചാൽ ആർക്കും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ ഒരു BJP കാരനായതുകൊണ്ട് സിനിമകളുണ്ടാവും അങ്ങനെയൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. എൻ്റെ നേരിട്ട് പേഴ്സണലി ആരെങ്കിലും വന്ന് പറഞ്ഞതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൺ ഓഫ് മൈ കൺസേൺ. ഞാനും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ പൊളിറ്റിക്സ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ സിനിമ ഇല്ലാതാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കേൾട്ടൻ 10 എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഡയറക്ടർ മുഹസിൻ പരാരി, അവന് മറ്റേ PM എന്ന് പറഞ്ഞാൽ അവന് കണ്ണെടുത്ത ഇഷ്ടമല്ല. പുള്ളിയുടെ ഫസ്റ്റ് പടം ഞാനാണ് കൊടുത്തത്. ഞാൻ അവിടുത്തെ നായകൻ. ലാൽ ജോസ് ചേട്ടനാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കും പുള്ളിയുടെ പൊളിറ്റിക്സ് പറയാണ് അറിയാം. അപ്പോൾ സിനിമയിൽ ഞാനിത് നോക്കാറില്ല. ആ സിനിമയിൽ ഒരുപാട് രംഗങ്ങളുണ്ട് വിച്ച് ഈസ് വെരി നോട്ട് റൈറ്റ് വിങ് ഫ്രണ്ട്ലി. ഞാനിതിൽ ഓക്കെ, നിങ്ങൾ ഷൂട്ട് ചെയ്തോ, നിങ്ങളൊരു സംവിധായകനാണ്, നിങ്ങൾ തിരക്കഥാകൃത്താണ്, നിങ്ങളുടെ സിനിമ നിങ്ങൾ ചെയ്യാം. ആ സിനിമ നായകനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ചെയ്ത കേൾട്ടൻ 10 പ്രശ്നമില്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ചെയ്ത മാളികപ്പുറത്തിൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതാണ് കറക്റ്റ് പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവരുടെ കംഫർട്ടിനനുസരിച്ച് അവർ കാണുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഇതാണ് ശരിയെന്ന് പറയാൻ എളുപ്പമാണ്. കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് ഈ വ്യക്തി ആരാണെന്നും ഇയാൾ ചെയ്ത സിനിമകൾ എന്താണെന്നും ഇയാളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നും ഒക്കെ ഒരു തോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യം ഞാൻ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കെന്തിനാണ് ഞാൻ പെട്ടുപോയതെന്ന് പറയുമ്പോൾ അതേ സെയിം ടൈം ഐ തിങ്ക് ദാറ്റ് +2 വരെ പഠിച്ച എനിക്ക് എവിടെയോ കിടക്കുന്ന ഗുജറാത്തിൽ കിടന്ന് എനിക്ക് ഈ നാട്ടിലാണ് എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയതും എന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നതും എനിക്കെതിരെ 100 പേര് തെറി പറയുമ്പോഴും 1000 പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നാടാണ്. അപ്പോൾ പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും എന്നാണ് സിനിമ വേണ്ടതെന്ന് വെക്കേണ്ടത്. ബിക്കോസ് ഞാൻ തീരുമാനിച്ചതാണ് ഇന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കണമെന്ന്. അപ്പോൾ ദൈവം എനിക്ക് അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഗട്ട് ഫീലിങ്ങിന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീലിംഗ് വരും, ഇത് നല്ലതാണ് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ സിനിമയിൽ നിന്ന് മാറ്റുക. പിന്നെ നഷ്ടങ്ങളെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല ഞാൻ. അത് ബൈ നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര മാസ് ഡയലോഗാണല്ലോ ഉണ്ണിമുകുന്ദൻ അടിക്കാൻ ഒന്നും വിചാരിക്കേണ്ട. ബിക്കോസ് ബൈ നേച്ചർ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഞാനിങ്ങനെ ഞാൻ ഹൈദരാബാദ് അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്നെക്കുറിച്ച് 2 നല്ല വാർത്തകൾ ഇടുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും ഞാൻ വിളിക്കാറുണ്ടോ? ഇല്ല.
ഞാൻ വിളിക്കാറില്ല, ഞാൻ ആരെയും വിളിക്കാറില്ല. ബിക്കോസ് എനിക്കങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ജോലിയാണ് ചോദ്യം ചോദിക്കുക, ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നത് വെച്ചാൽ എനിക്ക് നിങ്ങളോടുള്ള ആ സീറ്റിനോടുള്ള മര്യാദയാണ്. നിങ്ങൾ എൻ്റെ കൂടെ അവിടെ ചായ കുടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊന്നും പറയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞാൻ വന്നു, യു ആർ ബൗണ്ട് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻ, ഐ വിൽ ആൻസർ യു. അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ കൂടുതൽ ഡെക്കറേഷൻ അങ്ങനെയൊന്നും ഞാൻ അല്ല, എനിക്ക് ഉണ്ണിയെ വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ സിനിമയൊക്കെ പല സിനിമയിലും, അസീബിക്കാട് സിനിമയിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് എത്രയോ മണിക്കൂറുള്ള സമയം, അവിടെ ഒന്നും രാഷ്ട്രീയം നമ്മൾ സംസാരിക്കാറില്ല, ഒന്നുമില്ല. നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഉണ്ണി എനിക്ക് നേരത്തെ അറിയാം. ഉണ്ണി പറയേണ്ടത് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഉണ്ണിയെ കൃത്യമായിട്ട് അറിയാം. എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. അത് മറച്ചു വെക്കാതെ പറയും. അല്ല, അത് അങ്ങനെ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആകുന്നവനാണ് ഒളിച്ചുകളി ഇല്ലാത്തത്. എൻ്റെ കാഴ്ചപ്പാടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത്. ഒളിച്ചുകളിയില്ല അങ്ങനെ. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ചിരിച്ചു കളിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു കുറ്റം പറയുന്നവനല്ലോ യഥാർത്ഥ ഹീറോ, ഒരിക്കലുമല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഉണ്ണിയെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്. ഉണ്ണിയെ എനിക്കറിയാം, എത്ര വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന അല്ലേ. എനിക്ക് അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഷാഫിയുടെ കാര്യം പറഞ്ഞു. ഷാഫി ഇലക്ഷൻ പ്രചരണത്തിൽ വിളിച്ചാൽ പോകുമോ? ഞാൻ ആക്ച്വലി ആര് വിളിച്ചാലും പോകാറില്ല. ബിക്കോസ് അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ. ആര് വിളിച്ചാലും പോകാറില്ല. അപ്പൊ ഇനിയിപ്പോ ആര് വിളിച്ചാലും പോവില്ല? ഇല്ല, വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, എല്ലായിടത്തും വിളിച്ചു. പക്ഷെ ഞാൻ അതിൽ പോകാതെ വെച്ചാൽ ബിക്കോസ് ഞാൻ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ആളല്ല ഇപ്പോൾ. സോ പിന്നെ എന്നേക്കാൾ നന്നായിട്ട് ഒരുപാട് വർഷം ഷാഫിക്ക് പിന്നെ നമ്മുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ഈസ് ടു കേപ്പബിൾ ഓഫ് എവറിത്തിങ്. ആവശ്യമുള്ള ഇല്ലാതെ വിളിച്ചാൽ പോകുന്ന എൻ്റെ ഒരു ചോദ്യം. അതില്ല എന്ന് പറഞ്ഞല്ലോ. ആരുടെയും പോകുന്നില്ല. ആരുടെയും പോകുന്നില്ല. അല്ല, പൊതുവെ BJP പരിപാടികളൊക്കെ കാണാറുണ്ട് അല്ലേ? അങ്ങനെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റു പാർട്ടി വിളിച്ചാൽ, ഇപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ മുന്നേ ഒരുപാട് പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ 2-3 വർഷത്തിലാണല്ലോ ഇത്ര വർത്തമാനങ്ങൾ വന്നേക്കണം. അതെ അതെ. അപ്പോൾ പഴയ കുത്തിപ്പോക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ചെയ്യണം. ബിക്കോസ് അല്ല, പഴയതൊന്നും പറയൂ. ഞാനത് കൃത്യമായിട്ട് പ്രഷറൊന്നും എത്തിച്ചുകൊണ്ട് എനിക്ക് ഒരുപാടുണ്ട്. ഒത്തിരി പരിപാടിയിൽ CPM-ന്റെ പരിപാടിയിൽ ഒരുപാട് പരിപാടികളുണ്ട്, കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രാജീവേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്ത്. ഞാൻ അതേ ദിവസം ശശി തരൂർ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് മീറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അവരുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഫോട്ടോ മാത്രമാണ് പോപ്പുലർ. ഇവർ രണ്ടുപേരും നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇത്രയും, ദാറ്റ് ഈസ് കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ്. ഫോട്ടോ വരുമ്പോൾ BJP-യുടെ ആളുടെ കൂടെ ഉള്ള മാത്രമേ വരുന്നുള്ളൂ. അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സൗഹൃദം, ദാറ്റ് ഈസ് എനിക്ക് നിങ്ങൾക്ക് ഒരാളെ താല്പര്യമില്ല, ഇയാൾ എൻ്റെ സുഹൃത്താണെങ്കിൽ ഞാൻ അയാളെ ഒളിപ്പിച്ച് വയ്ക്കില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഈ സിനിമാ നടനായതുകൊണ്ട്, പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ചിലപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ആവാം. പക്ഷെ ഞാൻ എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും ഞാൻ ജീവിക്കാൻ ഞാൻ ചിന്തിക്കുന്ന ചില രീതികളുണ്ട്. അത് ഒരു സിനിമ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റേണ്ട കാര്യമില്ല. ബിക്കോസ് ഇന്നത്തെ 5 വർഷം പൊളിറ്റിക്സ് ആണെന്ന് വെച്ചോളൂ. നെക്സ്റ്റ് 5 years ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ പെട്ടെന്ന് വന്നതാണല്ലോ. ഇപ്പോൾ 7 വർഷം മുന്നേ സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. 5 വർഷം അപ്പുറത്ത് സോഷ്യൽ മീഡിയ ഇല്ലയെന്ന് വെച്ചോളൂ. അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ആ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പിന്നെയും ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ തന്നെ മാറണം. പിന്നെ 10 വർഷം കഴിഞ്ഞാൽ വേറെ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എവറി 10 years ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാവട്ടെ, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലാവുന്നില്ല, എത്രയോ 3-3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അവർ പതിയെ ശരിയായിക്കോളും. നമുക്ക് അതിനെ നിർബന്ധിക്കാൻ പാടില്ല. ഇല്ലല്ല, അത് ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രോആക്റ്റീവാണ്. ലൈക്ക് ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പുള്ളിക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്യണം. ഞാൻ ഒരിക്കലും എനിക്ക് 1,00,000 പേരുടെ അടുത്ത് പോയി പറയാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞങ്ങൾ അതല്ല. എൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, നല്ല സിനിമകൾ ചെയ്യും. അപ്പോൾ സിനിമയിലൂടെ പരിചയപ്പെട്ട എന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണിമുകുന്ദനെ പരിചയപ്പെട്ടത് സിനിമയിലൂടെയാണ്. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ഇപ്പോൾ വ്യക്തിബന്ധങ്ങളൊന്നും ആരോടുമില്ല. അപ്പോൾ സിനിമയിലൂടെ ഇഷ്ടപ്പെട്ട ഉണ്ണിമുകുന്ദനെ സിനിമയിലൂടെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടല്ല, എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇവനെ കണ്ണെടുത്ത അങ്ങനെ ഞാൻ കമൻസ് കാണാറില്ല, ഇവനെ നശിച്ച് പോട്ടെ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സിനിമയിലൂടെ തന്നെ കണ്ടുപരിചയമല്ലേ, സിനിമയിൽ തന്നെ അത് ശരിയാവട്ടെ എന്നാണ്. അല്ലാതെ ഉണ്ണിമുകുന്ദൻ മാറാൻ പോകുന്നില്ല. അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നല്ലത്. ബിക്കോസ് ഉണ്ണിമുകുന്ദനെ നിങ്ങൾ ഈ കമൻ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കണ്ടും മാറ്റാൻ സാധ്യത കുറവ്. ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയാണ്,
അത് ചെറുപ്പം മുതലുള്ള സംഭവം. അതെ, ഉണ്ണിമുന്തൻ എങ്ങനെയാണ്? നിങ്ങൾ എന്ത് കമന്റ് ഇട്ടില്ല, ഞാൻ എങ്ങനെയാണ്? എങ്ങനെയാണ് എൻ്റെ ഭാഗത്ത് തെറ്റ് എനിക്ക് ഫീലേ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയോടൊക്കെ എന്ന് സംസാരിക്കണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എൻ്റെ അമ്മയോട് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്, എന്നാൽ ശരി. ബിക്കോസ് എൻ്റെ അമ്മ ടീച്ചറാണ്, എൻ്റെ അച്ഛൻ ഭയങ്കര സാധാരണ ഒരു വീട്ടിൽ സാധാരണ ഒരു വ്യക്തിയാണ്, എൻ്റെ സുഹൃത്തുക്കൾ ഭയങ്കര നോർമൽ ആൾക്കാരാണ്. സോ ഐ ആസ്ക് ദം ഇസ് ദർ എനി പ്രോബ്ലം, ഐ മീൻ നിനക്ക് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞത്? ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. നിനക്ക് പിന്നെ ഈ എപ്പോഴും അവസാനം ചർച്ച അവസാനിക്കുന്നത് ഇതിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമകളില്ലാതാവോ, അല്ലെങ്കിൽ നിങ്ങൾ ഫാൻസ് നിങ്ങൾ വിട്ടുപോകുക, അല്ലെങ്കിൽ മലയാള സിനിമ മലയാള സിനിമയ്ക്ക് ഫസ്റ്റ് ഓഫ് ഉണ്ണിമുകുന്ദൻ്റെ ആവശ്യമില്ല. ഉണ്ണിമുകുന്ദനാണ് മലയാള സിനിമയുടെ ആവശ്യം. ഉണ്ണിമുകുന്ദന് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ നല്ല കഥകളും നല്ല പെർഫോമൻസും കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്, ആ എഫേർട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ജയഗണേഷ് എന്ന സിനിമ ചെയ്തതും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ആ സിനിമ നല്ല സിനിമയാണെന്ന്. പിന്നീട് ഒരുപാട് സിനിമകളുള്ളതുകൊണ്ട് അത് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് എനിക്കൊരു മിനിമം ഐഡിയ ഉണ്ട്. ബട്ട് യു നെവർ നോ, ഇതൊരു ഗാമ്പിളാണല്ലോ സിനിമ. എല്ലാ റിലീസാകുമ്പോൾ എല്ലാ സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ബട്ട് എൻ്റെ സിനിമയിൽ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ജെനുവിൻലി എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ഇത്. ഇത്തവണ കുറച്ച് വാശിയുണ്ട്, കുറച്ചും കൂടി എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് നമ്മളൊരു സിനിമ ചെയ്തു വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരുമല്ലോ. ഈ ഏരിയയിൽ മാത്രമേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചിന്തിക്കുന്നുള്ളൂ, ബാക്കി ഒരു ഏരിയയിൽ ഒരു ചിന്തയും പോലും ഇല്ല. ബിക്കോസ് ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ, പണ്ടൊക്കെ ഞാൻ കുറച്ചും കൂടി ഓൺലൈനിൽ ആക്റ്റീവായിരുന്നു, ഇപ്പോൾ എൻ്റെ ടീമിനെ ഏൽപ്പിച്ചു. കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഒരു പോരായ്മ അവിടെ ഉള്ളതുകൊണ്ട്, അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ദേഷ്യം വരുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കുറച്ചു. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പേർക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തെറ്റാണെന്നല്ല, അവർ മനസ്സിലാക്കി വെച്ചത് റോങ് രീതിയിലാണ്. അത് ഒരുപാട് ആൾക്കാരുടെ നെറേറ്റീവിൽ അവർ പെട്ടുപോയി. അത് അവരുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. തീർച്ചയായിട്ടും അത് ആ കാഴ്ചപ്പാടുകൾ സ്വയം മാറേണ്ടതാണ്. മാറ്റപ്പെടാൻ നമുക്ക് അധികാരമൊന്നുമില്ല. അവർ മാറ്റുവാണെങ്കിൽ മാറ്റട്ടെ. നമ്മളിങ്ങനെ തന്നെയാണെന്ന് ഉണ്ണി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചാൽ, എനിക്ക് ഉണ്ണി അറിയാവുന്ന ഉണ്ണി പറയുന്നതിൽ തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. എന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല, ഞാൻ സ്വയം മാറിയാലേ മാറുള്ളൂ, അല്ലേ? അത് തന്നെയാണ് ഉണ്ണിയും പറഞ്ഞത്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എൻ്റെ നായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുറേ നാളുകളായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതെ, നായികനെ ഞാൻ 7 വർഷമായിട്ട് ബ്ലോക്ക് ചെയ്തത്. അതെന്തിനാ ബ്ലോക്ക് ചെയ്തത്? ആക്ച്വലി നമ്മൾ കുറച്ച് സീരിയസ് ആയ കാര്യം പറയാം. എന്ന് വെച്ചാൽ ഉദയനെ പരിചയമുണ്ട്, ഉദയകൃഷ്ണ. പിന്നെ അപ്പോൾ ഞങ്ങൾ മാസ്റ്റർ പീസ് ഷൂട്ട് ചെയ്ത് ഞാൻ പോയി. അപ്പോൾ മഹിമ അതിൽ വർക്ക് ചെയ്തിരുന്നു അന്ന്. അപ്പോൾ മഹിമ പിന്നെ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദയനോട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു സംസാരിക്കായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഉദയനെ വിളിച്ച് പറഞ്ഞു, ഇതാരാണ് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഉദയ് എന്ന് പറഞ്ഞു ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്? ഓ അത് നീ ആരെയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ മറന്നു, ബിക്കോസ് എനിക്ക് സംസാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അങ്ങനെ 7 വർഷം കഴിഞ്ഞിട്ട് മഹിമ അങ്ങ് കയറി സൂപ്പർ സ്റ്റാറായി, RDX ഒക്കെ അടിച്ച്. ഞാൻ നോക്കിയപ്പോൾ രഞ്ജിത്ത് പറയും നമ്മുടെ ക്യാരക്ടർ അങ്ങ് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ മഹിമ നമ്പീറിനോട് കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഓഡീഷനൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ കത്തിയില്ല. ഇവർ ഓക്കെ എന്ന് പറയുകയും ചെയ്തു. നല്ല ഓഡീഷൻ. അത് മഹിമയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ RDX പോലത്തെ ഒരു സിനിമ ഹിറ്റ് കൊടുത്തതിന് ശേഷം ഒരു ഓഡീഷന് റെഡിയായി അവർ. അത് വലിയ സംഭവമാണ്. ഞാനത് സാധാരണ അത് കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷേ ഓഡീഷനും ചെയ്തു, സെറ്റായപ്പോൾ ഞാനപ്പോൾ രഞ്ജിത്തിനോട് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പണ്ട് ഇവരെ ബ്ലോക്ക് ചെയ്തെന്ന് സംശയം ഉണ്ടെന്ന്. എന്താ? അപ്പോൾ ഞാൻ ഈ മഹിമ വെൽക്കം ഓൺ ബോർഡ്, വെരി ഹാപ്പി. ഞാൻ പണ്ടത്തെ പ്രൊഡ്യൂസറാണല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റായപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ പ്ലീസ് അൺബ്ലോക്ക്. അത് ഞാനിവിടെ എന്തിനാണ് ബ്ലോക്ക് ചെയ്തത്? പക്ഷേ അഗെയിൻ ഭയങ്കര സ്പോർട്ടിംഗ്ലി പുള്ളിക്കാരത്തി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് ഇങ്ങനെ ഉദയ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഷി അണ്ടർസ്റ്റുഡ്. ഞാൻ വേറെ രീതിയിൽ ഞാൻ മറന്നു ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ട്. പക്ഷേ ഒരുപാട് സന്തോഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരത്തിക്കും ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ ഒരു സഹനടി, പിന്നെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ഒരു മെയിൻ ഹീറോയിനായിട്ട് വരുന്നു, അത് ഹിറ്റായിരിക്കുന്നു. ആ ഗ്രോത്ത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒരു പെൺകുട്ടി അത് പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഷീസ് എ വെരി ഇൻസ്പയറിംഗ് കരിയർ സോ ഫാർ. മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട്. ശങ്കർ ശർമ്മ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. പിന്നെ നമ്മുടെ ഇപ്പോൾ പ്രേമലുവിലൊക്കെ ഭയങ്കര പെർഫോം ചെയ്ത നമ്മുടെ അമൽ ഡേവിസ് എന്നാണ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നത്. അവൻ്റെ ഒറിജിനൽ നെയിം എന്താ? സംഗീത്. അവൻ്റെ മറ്റേ പേര് കയറി നിൽക്കുന്നത് സംഗീത്. വെരി നൈസ് ഗായ്, ഭയങ്കര ഹമ്പിളാണ് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ എല്ലാവരും ഒരുപാട് പോസിറ്റീവ്. ഇപ്പോൾ ചന്ദ്രു
DOP നല്ല നല്ല വർക്കാണ്. സോ ഞാൻ മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിനീതിന്റെ ഇന്നലെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എൻ്റെ 2 സിനിമ റിലീസ് എന്ന് പറഞ്ഞു, ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 2 സിനിമ റിലീസ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞു. എന്താന്ന് അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ സിനിമ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് ഗണേഷ്, അവിടെ എന്റെ സിനിമ റിലീസ്, ഇവിടെ എന്റെ സിനിമ ഞാൻ ഡയറക്ട് ചെയ്ത് ഇവിടെ ഞാൻ പാടിയ സിനിമയെന്ന്. അത് അങ്ങനെ പറയാൻ ഒരു മനസ്സ് വേണം. ബിഗ് തിങ് എന്ന് വെച്ചാൽ നമുക്കുള്ള പേടി എന്ന് വെച്ചാൽ നമ്മള് വിനീതിന്റെ സിനിമ വരുന്നുണ്ട്, ഇപ്പൊ നമ്മള് വിനീതിനെ ഇതിൽ മിസ്യൂസ് ചെയ്തൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ്. ബട്ട് യാ വിനീതിനും എന്താ പറയാ ഫഹദ് എല്ലാവർക്കും ഫ്രണ്ട്സ്, എല്ലാം ഫ്രണ്ട്സ് ആണല്ലോ. പിന്നെ എന്താ പറയുക നല്ല ടൈമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്, എല്ലാവരും സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകൾക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്നാണ്.